നമസ്തേ പ്രിയ മിത്രങ്ങളെ, 2026 നക്ഷത്രങ്ങളും ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങളാണ് ദോഷങ്ങളാണ് എന്നതാണ് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതരുടെ വിവരങ്ങളാണ്. അതിലാദ്യം സൂചിപ്പിച്ച വിശാഖ നക്ഷത്ര ജാതർ വളരെ ശ്രദ്ധയോടും അതിനുമപ്പുറം ഭക്തിയോടും വിശ്വാസത്തോടും ഈശ്വര ഭജനം നടത്തേണ്ട ഒരു വർഷമായിട്ടാണ് 2026 കാണപ്പെടുന്നത്. കാരണം അവർക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും മാർഗഭ്രംശങ്ങളും ഇഷ്ടങ്ങൾ നേടാനുള്ള മാർഗ തടസ്സവും കാണപ്പെടുന്നു. എന്നാൽ ശ്രദ്ധയോടും പക്വതയോടും ശുഭാപ്തി വിശ്വാസത്തോടും അല്പമൊന്ന് കാത്തിരുന്നാൽ, ശ്രദ്ധയോടെ പ്രവർത്തനത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഉയർച്ച നേടാനുള്ള സാധ്യതയും 2026 അവർക്കായി പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ നക്ഷത്രജാതർക്ക് ജോലിയിൽ മാറ്റമോ അസ്ഥിരതയോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യം പലപ്പോഴും സങ്കടകരമായ തലത്തിലേക്ക് എത്തപ്പെട്ടേക്കാം. രോഗബാധ എത്തിപ്പെടാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. അത് ഭയപ്പെടുകയൊന്നും വേണ്ട, തീവ്രമായിട്ടൊന്നും ആവില്ല, എങ്കിലും ശാരീരികമായി അത്ര സുഖകരമായിരിക്കില്ല. വീട് വിൽക്കുവാനും ഇതര വരുമാനം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടേക്കാം. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ വളരെ ശ്രദ്ധയോടും കരുതലോടും വേണം പ്രവർത്തിക്കേണ്ടത്. എടുത്തു ചാടിയുള്ളതും ആലോചിക്കാതെയുള്ള പല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും പ്രദാനം ചെയ്തേക്കാം. എന്നാൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലൂടെ എത്തുന്നതോടുകൂടി ഈ സങ്കടത്തിന് ഒരല്പം ശമനമുണ്ടാവുകയും ധനാഗമനവും അതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഐശ്വര്യത്തെ കരഗതമാക്കുവാനുള്ള അവസരവും ലഭിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. ജൂലൈ മാസത്തോടുകൂടി കാർഷികപരമായ നഷ്ടങ്ങൾ, അതായത് പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ പല രീതിയിലുള്ള നഷ്ടങ്ങളെ നേരിടേണ്ടതായി വരും. എങ്കിലും സെപ്റ്റംബർ മാസത്തോടുകൂടി ആലോചിച്ചുറപ്പിച്ചിരുന്നതോ അല്ലെങ്കിൽ നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നതോ ആയ വിവാഹ ബന്ധം നടക്കുവാനുള്ള സാധ്യത കാണപ്പെടുന്നു. കാര്യങ്ങൾ അനിയന്ത്രിതമായ കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടാകുന്നു. കർമ്മരംഗത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, പ്രവർത്തന മേഖലകളിൽ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ, സഹപ്രവർത്തകരിൽ നിന്നും പ്രവർത്തന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പല രീതിയിലുള്ള എതിർപ്പുകളും തടസ്സങ്ങളും നേരിടേണ്ടതായി വരും.